കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ചൂടുമാറ്റങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും വഴിയൊരുക്കിക്കൊണ്ട് എറണാകുളം ജില്ലയിലെ പറവൂരിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ബി.ജെ.പി. പാളയത്തിൽ എത്തിയിരിക്കുകയാണ്. പറവൂർ മുനിസിപ്പാലിറ്റിയുടെ മുൻ ചെയർപേഴ്സൺ എന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വത്സല പ്രസന്നകുമാറാണ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നത്. തിരുവനന്തപുരത്തെ ബി.ജെ.പി. സംസ്ഥാന ആസ്ഥാനമായ മാരാർജി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വത്സല പ്രസന്നകുമാറിനെ ഷാലണിയിച്ച് സ്വീകരിച്ചു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പറവൂരിൽ നിന്ന് വലിയ വിസ്മയങ്ങൾ സംഭവിക്കുമെന്നും വത്സലയുടെ വരവ് പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളും ബി.ജെ.പിയുടെ പ്രഖ്യാപിത നയങ്ങളുമാണ് തന്നെ ഈ പ്രസ്ഥാനത്തേക്ക് ആകർഷിച്ചതെന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ച ശേഷം വത്സല പ്രസന്നകുമാർ വ്യക്തമാക്കി. പറവൂരിന്റെ രാഷ്ട്രീയ പരിസരത്ത് വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങളുടെ പരമ്പര തന്നെ സൃഷ്ടിക്കുമെന്നും ബി.ജെ.പിയിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. വത്സല പ്രസന്നകുമാറിനെ സ്വീകരിക്കുന്ന ചടങ്ങിൽ സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചും രാജീവ് ചന്ദ്രശേഖർ ആഞ്ഞടിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ യഥാർത്ഥ കുറ്റവാളികൾ ജയിലിൽ പോയേ തീരൂ എന്ന് അദ്ദേഹം കർശനമായ ഭാഷയിൽ ആവശ്യപ്പെട്ടു. ശബരിമല വിഷയം ബി.ജെ.പി. വിട്ടുകളിക്കില്ലെന്നും ഭക്തരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ പുറത്തു വന്നപ്പോൾ CPM-ഉം കോൺഗ്രസും പരസ്പരം സഹായിക്കുന്ന ഒത്തുകളി രാഷ്ട്രീയമാണ് സംസ്ഥാനത്ത് അരങ്ങേറുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും സ്വയം നേതാക്കളെ സംരക്ഷിക്കാനും ഇരു മുന്നണികളും ഒരേപോലെ പരിശ്രമിക്കുന്നുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിയുടെ ഭരണത്തിന് കീഴിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ ബജറ്റിനെ അദ്ദേഹം ഹൃദയപൂർവ്വം അഭിനന്ദിച്ചു. തലസ്ഥാന നഗരത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള വ്യക്തമായ ഒരു രൂപരേഖ അഥവാ ബ്ലൂ പ്രിന്റ് ആണ് ഈ ബജറ്റ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്ന പാർട്ടിയാണ് ബി.ജെ.പി. എന്ന് ഈ ബജറ്റിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. സാധാരണ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണെന്നും അവ നടപ്പിലാക്കാൻ ബി.ജെ.പി. പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. നഗരവികസനത്തിലും ജനക്ഷേമത്തിലും പുതിയൊരു അധ്യായം കുറിക്കാൻ ഈ ബജറ്റിന് സാധിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ശബരിമല തന്ത്രിക്കെതിരെ നടന്ന പോലീസ് നടപടികളെയും അതിനോടുള്ള UDF-ന്റെ നിലപാടിനെയും രാജീവ് ചന്ദ്രശേഖർ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ശബരിമല തന്ത്രിയെ 41 ദിവസത്തോളം ജയിലിലടച്ചപ്പോൾ മൗനം പാലിച്ച കോൺഗ്രസ് UDF സഖ്യം ഇപ്പോൾ ശബ്ദം വീണ്ടെടുത്ത് നാണം കെട്ട രാഷ്ട്രീയ നാടകമാണ് കളിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തന്ത്രിക്കെതിരെയുള്ള അറസ്റ്റ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആദ്യ ദിവസം മുതൽ തന്നെ ബി.ജെ.പി. ചൂണ്ടിക്കാട്ടിയിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളെ സംരക്ഷിക്കാനായി LDF സർക്കാർ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒന്നായിരുന്നു ആ അറസ്റ്റ്. തന്ത്രിക്കെതിരെ തെളിവിന്റെ ഒരു തരി പോലുമില്ലെന്ന് കോടതിയിലും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇതോടെ ബി.ജെ.പി. ആഴ്ചകൾക്ക് മുമ്പേ ഉന്നയിച്ച അതേ ആരോപണങ്ങൾ കോൺഗ്രസും ഇപ്പോൾ ആവർത്തിക്കുന്നത് അവരുടെ ഇരട്ടത്താപ്പായിട്ടാണ് തുറന്നു കാണിക്കുന്നത്. CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കുറവാ സംഘം എന്നാണ് ബി.ജെ.പി. ചന്ദ്രശേഖർ ഇരു മുന്നണികളെയും വിശേഷിപ്പിച്ചത്. സാധാരണക്കാരായ മലയാളികളെ ബലിയാടുകളാക്കി സ്വന്തം പാളയത്തിലെ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ അവർ ഏതറ്റം വരെയും പോകുമെന്നാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. ശബരിമലയിലെ പവിത്രമായ ആചാരങ്ങളെയും ആചാര്യന്മാരെയും അധിക്ഷേപിക്കാനും തകർക്കാനും സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുമ്പോൾ കോൺഗ്രസ് കാഴ്ചക്കാരായി നിലനിൽക്കുകയായിരുന്നു. ഇപ്പോൾ കോടതി വിധി അനുകൂലമായപ്പോൾ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസ് പ്രസ്താവനകൾ ഇറക്കുന്നത്. ഈ അപകടകരമായ രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും അതിനുള്ള മറുപടി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർ നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വത്സല പ്രസന്നകുമാറിനെ പോലുള്ള നേതാക്കളുടെ ബി.ജെ.പിയിലേക്കുള്ള വരവ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ തകർച്ചയുടെ തുടക്കമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.